ഹലോ. അപ്പം ഞങ്ങൾ ഇന്ന് ഞാനും ദേവാജും കൂടെ മാരാമൺ കൺവെൻഷന് പോവുകയാണ്. ഈ ഒന്ന് ചെറുതായിട്ട് കണ്ണെഴുതുക, പിരിയൊന്ന് റെഡിയാക്കുക, ലിപ് ബാം ഇടുക, ഇത്രയേ ഉള്ളൂ സംഭവം. അത് കഴിഞ്ഞിട്ട് മുടി സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നേരെ കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോകുന്നു. ഈ കമ്മൽ മതിയോ അതോ ഇനി വേറെ ഏത് ടൈപ്പാണ്? നമ്മുടെ കയ്യിൽ ചെറിയ ലവിൻ്റെ ഹാർട്ട്സിൻ്റെ ഒരു കമ്മൽ ഇരിപ്പുണ്ട്. ഇതിലാണോ? അത് ഇതിൻ്റെ വൈറ്റും ഉണ്ട്. ഇതിലേതാണ് നല്ലത്? അങ്ങനെ ഞാൻ കമ്മൽ മാറ്റി ഈ കമ്മലെടുത്തിട്ടു. അപ്പോൾ നമ്മൾ ക്യാബിൻ ക്രൂവിൻ്റെ ആ ഒരു മേക്കപ്പ് സ്റ്റൈൽ തന്നെ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ എന്താ പറയുക, ഇത് ഖത്തർ എയർവേസിൻ്റെയാണ്. മുടി ഇതുപോലെ പൊക്കി കെട്ടുക, മേളത്തെ ഇത് കണ്ണ് മാത്രം എഴുതുക, ഐബ്രോ, പിന്നെ ചെറിയ വെളുത്തത് മുത്തുള്ള കമ്മൽ, പിന്നെ ലിപ്സ്റ്റിക്ക്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. അത്രേ ഉള്ളൂ ഡിഫറൻസ്, ഇതേ ഉള്ളൂ. പിന്നെ മസ്കാര മസ്റ്റാണ്, ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് പൗഡർ ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പോവാം. നമ്മളിപ്പം കൊമ്പനാട് ജംഗ്ഷനാണ്. മഞ്ഞനക്കരക്കാർ പോകുന്നുണ്ട്, അതിൻ്റെ വീഡിയോസാണ് ദേവാജു അവിടെ ഇരുന്ന് എടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ വന്നേക്കുന്നത് മാരാമൺ കൺവെൻഷൻ സെൻറ്ററിലോട്ട് എൻ്റർ ആകുവാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നു തുടങ്ങി. ഇതുപോലെ കാർപ്പറ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒരുപാടുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ഐസ്ക്രീം, നമ്മുടെ ബജ്ജി അങ്ങനെയൊക്കെയുള്ളതാണ്. ജസ്റ്റ് ഈ പ്രാവശ്യം മാത്രം ഈ റോഡൊന്ന് ടാർ ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബസ് ഇട്ടേക്കുന്ന ഭാഗം എന്നൊക്കെ കാണാം. ഹർത്താലായിട്ട് അത്ര വലിയ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ആ ഒരു ഏരിയയിൽ. അത്രയും നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒത്തിരി ബലൂണും കമ്മലും മാലയും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ശരിയാമേ കാണാൻ പോട്ടെ വാങ്ങിച്ച്. ഇങ്ങനെ സൈഡിൽ കൂടെ വണ്ടി വരുന്നുണ്ട്, ഇങ്ങനെ സൈഡിൽ കൂടെ വണ്ടി വരുന്നുണ്ട്. ശരീരം തണുപ്പിക്കുവാനും സാധിക്കുന്ന ഒരു ഉത്തമ പാനീയം കൂടിയാണ്. വെള്ളവും പഞ്ചസാരയും ചേർക്കാതെ ഒരു തുണിയിൽ പിഴിഞ്ഞ് ആ നീര് മാത്രം കഴിച്ചാൽ മതി. എത്ര കട്ടിയിലേക്കുള്ള കപ്പുണ്ടെങ്കിലും മാറും. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ മൈലാഞ്ചിയുടെ ഇത് കണ്ടു. അപ്പം ഞാൻ കൈ കാണിച്ചു കൊടുത്തു. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു മൈലാഞ്ചി ഇടണമെന്നുള്ളത്. അങ്ങനെ ഞാൻ മൈലാഞ്ചി ഇട്ടു. ഞാൻ മൈലാഞ്ചി ഇടുന്ന കണ്ടു കഴിഞ്ഞപ്പം ദേവാജുവിനും വേണം. അപ്പോൾ പിന്നെ അവനും ചെറുതായിട്ടൊന്ന് കൊടുത്തു. അവിടെ നമ്മൾ എൻട്രൻസിൽ കയറിയപ്പം തന്നെ ടാറ്റു അടിച്ച് കൊടുക്കുന്ന കണ്ടായിരുന്നു. അത് പിന്നെ വേണ്ടാന്ന് വെച്ചാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ബ്ലഡ് ഡൊണേഷൻ കാര്യങ്ങളൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. ഇപ്പം നമ്മൾ മണപ്പുറത്തോട്ട് ഇറങ്ങുകയാണ്, അതിൻ്റെ സ്റ്റെപ്പാണ്. അപ്പം പാലം കെട്ടിയിട്ടുണ്ട്, അതിലേ കൂടെ പോവുക. കാണുന്നതാണ് ഞങ്ങളുടെ കോഴഞ്ചേരി പാലം. വേണ്ട വെള്ളം പോകും കണ്ട. പേടിയുണ്ടോ? അങ്ങനെ
ഇതിൻ്റെ അടിയിൽ കൂടെ അവരങ്ങ് പോയി. ഞങ്ങളിപ്പോൾ മണപ്പുറത്ത് വന്നു. ഇനി ഞങ്ങൾ ഒരാളെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ അങ്ങേക്കരയിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അവിടെ കൺവെൻഷൻ സെൻറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ്ട് ഓല മേഞ്ഞ ഇത് ലൈറ്റ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ദേവാജു ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് മണപ്പുറത്ത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു നല്ല രീതിയിൽ നോക്കി കാണുകയാണ് പുള്ളി. വേറെന്താ പറയുക, കുറേ നാളായി ഇതുപോലെ ഇങ്ങനെ പോയിട്ട്. ഇപ്പം നമ്മളങ്ങനെ പോയി. ഇപ്പം ഇനിയിപ്പോൾ ഈ കയറ് ആദ്യം ഒന്ന് മടിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളി ഒന്ന് ട്രൈ ചെയ്തു. അതുപോലെ തന്നെ ഞാനും ചെയ്തു. അപ്പം അവിടെ ഓൾറെഡി പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വോയിസ് ഞാൻ ഇടയ്ക്ക് ഒന്ന് കട്ടാക്കിയതാണ് നമ്മുടെ ഇതൊന്ന് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓരോ വർഷം ഇങ്ങനെ യുവവേദി നടക്കുന്നു. ഇവിടെ വന്നിട്ട് നിങ്ങളിൽ ആശയല്ല വെള്ളം വരുവാണെങ്കിൽ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ ഡോക്ടർ മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസംഗം പോലെ സഭയിലെ യൗവനക്കാരായ മക്കളെ കുറിച്ചുള്ള സഭയ്ക്കുള്ള താല്പര്യം നിങ്ങൾ എന്തായി തീരണം എങ്ങനെ. അപ്പം ഞങ്ങൾ അപ്പുറത്തൂടെ കറങ്ങി ഇതിലെ കൂടെ ഇങ്ങനെ കറങ്ങി അടിച്ച് വന്നു. നല്ല പൂഴി മണ്ണ കോഴഞ്ചേരി പാലം. നമ്മൾ അതിലേ കൂടെ വന്ന് അപ്പുറത്ത് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് അതിലേ പോയി. അങ്ങനെയായിരുന്നു വന്നത്. ദേവാജു ഇങ്ങോട്ട് വാ. ആറ്റിലെ വെള്ളത്തിൽ നല്ലതുപോലെ മീൻ കടന്ന് ചാടി കളിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. അതാണിത്. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ കയറി പോരുകയാണ്. അപ്പോൾ ആ കണ്ട സെക്ഷൻസ് തന്നെയാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് പിന്നെ ചെടിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ നോക്കി. അങ്ങനെ ബബിൾസിൻ്റെ ഇത് ദേവാജുവിന് വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ തെച്ചി, ഞാൻ നല്ല ചുമന്ന തെച്ചിയായിരുന്നു നോക്കിയത്, പക്ഷെ അത് ഇല്ല, അതുകൊണ്ട് ഞാനതെടുത്തില്ല. പിന്നെ ദേവാജുവിന് ആ ചെടി വേണമെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പം നമുക്കത് പറ്റത്തില്ല, ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. തിരിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. നമുക്ക് എന്താ പറയുന്നത്, ഹർത്താലായതാണെന്നൊന്നും നമുക്ക് തോന്നത്തേ ഇല്ല. ആ രീതിയിലുള്ള തിരക്കായിരുന്നു. മഞ്ഞനക്കരക്കാർ പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ കയറുന്ന ആ എൻട്രൻസിൽ തന്നെ അതിൻ്റെ ആൾക്കാർ ഇരിപ്പ് കൊണ്ടും താനും. അതുപോലെ തന്നെ വേറെന്താ പറയുക, ഇന്ന് ദിവസം നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു സാധനമെല്ലാം. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ അമ്മയും ധ്രുവക്കുട്ടനും ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ വരുന്ന കണ്ടുകൊണ്ട് അങ്ങോട്ടും നോക്കി ഇങ്ങനെ ചിരിച്ച് കുപ്പിയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആശാൻ. അപ്പം കൺവെൻഷൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തേത്. അപ്പം ഇനി അടുത്ത പോർഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൺവെൻഷൻസിൻ്റെ വീഡിയോസ് വരും, അതുപോലെ തന്നെ പെയിൻറ്റിങ്സിൻ്റെ വീഡിയോസ് വരും. ഏത് വീഡിയോസ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ
സപ്പോർട്ട് ചെയ്യുക.